ഏറ്റവും ഒടുവിൽ നമുക്ക് എത്തിയിരിക്കുന്ന ഫലസൂചന പ്രകാരം ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുകയാണ് മിക്ക സർവേകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കും. ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം എന്ന് മാത്രമല്ല 3-2 ഭൂരിപക്ഷം ലഭിക്കും ഹൂഡയ്ക്ക് എന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ അരുണേ, ഈ പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടല്ലോ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷെയർ മാർക്കറ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഓഹരി കമ്പോളത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇത് ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 2024 എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പിന് എന്തായാലും ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഊതി വീർപ്പിച്ച കണക്കാകാനുള്ള ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഇത്തവണ വളരെ കെയർഫുള്ളായി വളരെ സസൂക്ഷ്മമായിട്ടായിരിക്കും എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഒരു സംശയം വേണ്ട. കാരണം എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ട ദിവസമാണ് 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം അപകടകരമായിരുന്നു, അങ്ങേയറ്റം പരാജയമായിരുന്നു. അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഈ സമയവും സംശയത്തിന്റെ നിഴലിലാണ്. അതൊരു ഷെയർ ബൂം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കാര്യത്തിലൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കും എന്നാണ്, അന്വേഷണം നടത്തണമെന്നാണ് പിന്നെ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആവശ്യമെങ്കിലും ഒരു ഇഞ്ച് പോലും അക്കാര്യത്തിലൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഏതായാലും ഞാൻ വിചാരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടിയും അതിനെ കോർത്തിണക്കുന്നൊരു കണ്ണിയായിട്ട് രാഹുൽ ഗാന്ധി എമർജ് ചെയ്തു വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നാഷണൽ കോൺഫറൻസ് ആണ് പ്രധാനപ്പെട്ട പാർട്ടി ജമ്മു കാശ്മീരിൽ, സംശയമില്ല. ഹരിയാനയിൽ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ശക്തമായിട്ട് വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് പിന്നെ സംസ്ഥാനത്ത് ജാർഖണ്ഡിൽ വലിയ പാർട്ടി, ശരിയാണ്. അപ്പോഴും ഒക്കെ ഇതിനെയൊക്കെ കൊരുത്തിണക്കുന്ന ഒരു ദേശീയ നേതൃമുഖമായി രാഹുൽ ഗാന്ധി എമർജ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾക്ക് വലിയ ശക്തമായ പിന്തുണ അത് ജമ്മു കാശ്മീരിലും നമ്മൾ കണ്ടു, ഹരിയാനയിലും നമ്മൾ കണ്ടു, ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മളത് കാണും. ആ അർത്ഥത്തിൽ കോൺഗ്രസ് റിജുവിനേറ്റ് ചെയ്യുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്? ഓരോ പ്രാദേശിക പാർട്ടികളെയും കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് ശക്തി പ്രാപിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന മുന്നണിയാണ്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ UPA 1ാം സീസണിൽ എങ്ങനെയാണോ കോൺഗ്രസ് ആ ദൗത്യം നിർവഹിച്ചിരുന്നത് അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്നു. പക്ഷേ ഇവിടെ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള നേതാക്കളുടെ അഭാവമുണ്ട് എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പാകതയിലേക്കും പക്വതയിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാഷണൽ കോൺഫറൻസിനെ കൂടെ നിർത്തിയുള്ള ഈ പോരാട്ടം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം പാളിപ്പോയി എങ്കിലും, പഞ്ചാബിൽ അത് വിജയിച്ചുവെങ്കിലും, ഡൽഹിയിൽ അത് വിജയിച്ചുവെങ്കിലും, ആ അർത്ഥത്തിൽ സഖ്യം വിജയിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ദിനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപീന്ദർ ഹൂഡ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തും. അവിടെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിയുന്നു ജമ്മു കാശ്മീരിൽ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ കണ്ടത് വടക്കൻ വോട്ടാണ്. ഹരിയാനയുടെയും ജമ്മു കാശ്മീരിൻ്റെയും രാഷ്ട്രീയ ഫല സൂചനകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പോൾ ഓഫ് പോൾസിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്കിലേക്ക് എത്തിയാൽ ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപീന്ദർ ഹൂഡ, അതിന് കുമാരി ഷെൽജിയും ഭൂപീന്ദർ ഹൂഡയും തമ്മിലുള്ള അടി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാവുന്നതാണ്. തുടക്കം മുതൽ തന്നെ ഉണ്ടെങ്കിൽ പോലും ഹൂഡയ്ക്ക് തന്നെയാണ് നിശ്ചയമായും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. മാത്രമല്ല ഹൂഡ എന്ന് പറയുന്നത് ഒബിസി ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. മാത്രമല്ല ഈ PSU പറഞ്ഞ കണ്ടില്ലേ, അവിടെ ഫീൽഡിൽ ഹൂഡ ഈസ് ദ കിങ്. അതെ, ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. ഈ ഹൂഡ ഇറങ്ങി നടത്തുന്ന ഈ പ്രചാരണ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗംഭീരമായ പ്രചാരണ പരിപാടികളാണ്. വളരെ അവിടുത്തെ ഈ ലാലുമാരുണ്ടല്ലോ, ഈ ഭജൻ ലാല്, ബൻസി ലാല് തുടങ്ങിയിട്ടുള്ള വലിയ താപ്പാനുകളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ജാട്ട് ശക്തി കൊണ്ട് അട്ടിമറിച്ച നേതാവാ ഭൂപീന്ദർ സിംഗ് ഹൂഡ. അപ്പൊ ആ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഈ 28% വോട്ടുണ്ടല്ലോ, പോക്കറ്റിൽ കിടക്കുന്ന ജാട്ട് വോട്ട്, അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ ശക്തിയല്ല. അപ്പൊ അതുകൊണ്ട് കുമാരി ഷെൽജയ്ക്ക് മാറിയൊക്കെ നിൽക്കേണ്ടി വരും. ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെയായിരിക്കും അവിടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. മാത്രമല്ല കുമാരി ഷെൽജി ഇപ്പോൾ MP കൂടിയാണ്. വലിയ സ്വാധീനം ഇനി നിയമസഭയിൽ ചെലുത്താൻ കഴിയുകയുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. രണ്ടിടത്തും BJPക്ക് കനത്ത തിരിച്ചടിയേൽക്കേണ്ടി വരുമെന്നും ഫലസൂചനകൾ പറയുന്നു. ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം. ജമ്മു കാശ്മീർ സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ PDPക്കും വലിയ പരാജയമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഇതാണ് വടക്കൻ വോട്ടിന്റെ ഈ നിമിഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ മഹാ എക്സിറ്റ് പോൾ ഫലസൂചന.